രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വൈശാഖം എല്ലാ മാസങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് വൈശാഖ മാസം. തികച്ചും ആ വ്രതാനുഷ്ഠാനങ്ങളുടെ മാസമാണ് വൈശാഖം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം. പൗർണമി വിശാഖ നക്ഷത്രത്തില് പൗർണമി വരുന്ന മാസമായതുകൊണ്ടാണ് ഈ വൈശാഖം എന്ന് പറയുന്നത്. അതാണ് മാധവ മാസം എന്നും പറയും. മാധവൻ എന്ന് പറഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ മാധവന് ഏറ്റവും പ്രിയപ്പെട്ട മാസം, അതുകൊണ്ട് മാധവ മാസം. അങ്ങനെ മാധവ മാസം തന്നെയാണ് വൈശാഖ മാസം. അപ്പൊ രാവിലെ ഏറ്റവും പ്രാതസ്നാനത്തിനാണ് ഏറ്റവും പ്രാധാന്യം. സർവ തീർത്ഥങ്ങളെ, ഈ ത്രിലോകങ്ങളിലുള്ള സർവ തീർത്ഥങ്ങളിലെയും തീർത്ഥം നമ്മുടെ ജലാശയങ്ങളിൽ വരുന്നുണ്ടെന്നാണ് പറയണത്. അപ്പൊ രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ തീർത്ഥത്തിലും, ഗംഗയിലും യമുനയിലും ഒക്കെ നമ്മൾ കുളിച്ച ആ ഫലം തന്നെയാണ് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചാൽ കിട്ടുന്നത്. അത് സൂര്യോദയം കഴിഞ്ഞിട്ട് ഒരു നാഴികയും കൂടി ഉണ്ടാവും. അപ്പോൾ അതിനു മുൻപേ തന്നെ നേരത്തെ എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലും ഒക്കെ പറയണത്. അതാ ഈ വൈശാഖത്തിന്റെ മഹാത്മ്യം പറയണത് മുഴുവനും അതാണ്. സർവ വിദ്യകളിലും, അത് പറയലേ, സർവ വിദ്യകളിലും ശ്രേഷ്ഠമായിട്ടുള്ള വേദം അതിനേക്കാളും പ്രധാനമാണ്. പിന്നെ സർവ മന്ത്രങ്ങളിലും ശ്രേഷ്ഠം, സർവ വൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായ കൽപ്പക വൃക്ഷം, സർവ പക്ഷികളിലും ശ്രേഷ്ഠനായ ഗരുഡൻ, സർവരത്നങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ള കൗസ്തുഭരത്നം, ഇതിനേക്കാളും ഒക്കെ ശ്രേഷ്ഠമാണ് വൈശാഖ മാസം. അത്രയും പ്രാധാന്യം ആ വൈശാഖത്തിന് കൊടുക്കുന്നുണ്ട്. വിഷ്ണുവിന് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം, ഗുരുവായൂരൊക്കെ പ്രധാനമാണ്. 3 സപ്താഹങ്ങൾ ആ സമയത്തുണ്ടാവും. എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ വൈശാഖ മാസത്തിന് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പണ്ട് മുതലേ ആചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാത്തിലും അതിന് വൈശാഖ മാസത്തിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണത്. രാവിലെ നേരത്തെ ഉള്ള കുളി ഒന്നും ഇപ്പം എല്ലാവർക്കും ജോലിക്ക് പോകണം, അപ്പോൾ ഇതെല്ലാം നടക്കണില്ല. പക്ഷെ വൈശാഖത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ കുറച്ച് പേർക്കെങ്കിലും അതൊന്ന് അറിഞ്ഞ് ചെയ്യാൻ പറ്റൂലോ, അല്ലേ? അതാണ്. പിന്നെ വൈശാഖത്തിൽ ദാനം, അത് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദാനം ജലദാനാണെന്ന് പറയും. അത് ഈ വേനൽക്കാലല്ലേ, വേനൽത്തിൽ ജലം, പലർക്കും ജലം ഇല്ലാതിരിക്കുന്നുണ്ടാവും. പിന്നെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പണ്ടുള്ളതൊക്കെ ഈ തണ്ണീർ പന്തലുകൾ, പിന്നെ വിശ്രമസ്ഥാനം, യാത്രികർക്ക് ഭക്ഷണം എല്ലാം കൊടുക്കും. അതിങ്ങനെ തണ്ണീർ പന്തൽ നിർമ്മിച്ചു കൊടുക്കും ആളുകൾ ഇതിന് വേണ്ടി തന്നെ, ദാനം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് കൊട, പാതുകം, ചെരുപ്പ്, വസ്ത്രങ്ങൾ, പിന്നെ വിശറിയാണ്. അന്നൊന്നും AC യോ ഫാനോ ഒന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് മനുഷ്യർക്ക്, ജനങ്ങൾക്ക് നന്മ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്താലാണ് ഭഗവാന്റെ പ്രീതി നേടണമെങ്കിൽ എന്താ, പാവങ്ങളെ, ആവശ്യക്കാരെ സഹായിക്കണം, അല്ലേ? അതാണ് പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് മുഴുവൻ അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അത് പണ്ടുള്ളവർ ശരിക്കും എല്ലാവരും അത് ആചരിച്ചിരുന്നു. അപ്പം അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. തലമുറയായിട്ട് എല്ലാവരും അത് ആചരിച്ചുകൊണ്ടിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ മുത്തശ്ശിമാരും ഒക്കെ ഒരു നേരം ഭക്ഷണം കഴിക്കുള്ളൂ വൈശാഖത്തിൽ. രാത്രി അവർക്ക് ഒന്നും കഴിക്കില്ല. അതാണ് വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എല്ലാവരും അത് അനുഷ്ഠിക്കുക, അതിന് ചോദ്യം ചെയ്യില്ല. അതാണ് മിതമായ ഭക്ഷണം, എല്ലാം അങ്ങനെയാണ് ചെയ്തിരുന്നത്. പിന്നെ പ്രാതസ്നാനത്തിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സ്നാനം ചെയ്യുമ്പോൾ ചെല്ലേണ്ട മന്ത്രമുണ്ട്, ജപിക്കേണ്ട മന്ത്രം. വൈശാഖം സകലം മാസം മേഷസംക്രമണേ രവേ പ്രാതസ്നിയമസ്നാസ്യേ പ്രിയതാം മധുസൂദന മധുഹന്തു പ്രസാദേന
ബ്രാഹ്മണാനാമനുഗ്രഹാൽ നിർവിഘ്നമസ്തു മേ പുണ്യം വൈശാഖസ്നാനമന്വഹം മാധവേ മേഷകേ ഭാനോ മുരാരേ മധുസൂദന പ്രാതസ്നാനേന മേ നാഥ യഥോക്തഫലദോ ഭവ യഥാ തേ മാധവോ മാസോ വല്ലഭോ മധുസൂദന പ്രാതസ്നാനേന മേ തസ്മിൻ ഫലദ പാപഹേതവേ. പത്മപുരാണത്തിൽ പറയണതാണത്. പിന്നെ മധുസൂദന ദേവേശ വൈശാഖേ മേഷകേരവോ പ്രാതസ്നാനം കരിഷ്യാമി നിർവിഘ്നം ഗുരു മാധവ. അതുകൊണ്ട് വിഘ്നം കൂടാതെ എനിക്ക് സ്നാനം ചെയ്യാനും സാധിക്കണേ മാധവ, പ്രസാദിക്കണേ. സ്കന്ദപുരാണത്തിൽ പറയണു. പിന്നെ വൈശാഖത്തിലെ സ്നാനം, ദാനം, വിഷ്ണുപൂജ എന്നിവയുടെയൊക്കെ മഹത്വം മനസ്സിലാക്കുന്നത് സ്കന്ദപുരാണത്തിലും പിന്നെ പത്മപുരാണത്തിലുമൊക്കെ അനേകം കഥകൾ പറയുന്നുണ്ട് ഇതിൻ്റെ പ്രാധാന്യത്തെ വർണ്ണിച്ചുകൊണ്ട്. പ്രഭാത സ്നാനത്തിൽ വളരെ പ്രാധാന്യം. മഹാവിഷ്ണു പ്രീതി നേടാൻ വൈശാഖ സ്നാനത്തിന് തുല്യമായിട്ടുള്ള മറ്റൊരു കർമ്മം ഇല്ല. അതാണ് പറയുന്നത്. അതിന് അത്രയും പ്രാധാന്യമാണ് പ്രാതസ്നാനത്തിന്. പറഞ്ഞില്ലേ, സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം അതിൽ വരികയാണ്. ത്രിലോകങ്ങളിലുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നമ്മുടെ ജലാശയങ്ങളിൽ, നമ്മൾ കുളിക്കുന്ന ജലാശയത്തിൽ ആ സമയത്ത് വരും. രാവിലെ ആ പ്രഭാതത്തിൽ കുളിക്കുകയാണെങ്കിൽ. അപ്പം പിന്നെ ഗംഗാ യമുന ഇതൊന്നും, പിന്നെ ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു, അങ്ങനെ പറഞ്ഞിട്ടാണ് കുളിക്കാറുള്ളത് എല്ലാ ദിവസവും. അത് വൈശാഖത്തിൽ മാത്രമല്ല. പക്ഷെ ഈ നദികളുടെ ഒന്നും മാത്രമല്ല, ത്രിലോകങ്ങളിലുള്ള സർവ്വതീർത്ഥങ്ങളുടെയും ആ ഫലം ഇത് നമ്മൾ കുളിക്കുന്ന ഏത് ജലാശയത്തിലാണോ ഉള്ളത് ആ ജലാശയത്തിൽ ആ സമയത്ത് ഉണ്ടാവും എന്നാണ് പറയണത്. അത്രയും പ്രാധാന്യമാണ്. അപ്പോൾ ഇതൊക്കെ പണ്ടുള്ളവർ പറയുന്നതിന് നമ്മളതിൽ മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കി നമ്മളത് ആചരിക്കേണ്ടതാണ്. പ്രാതസ്നാനം സർവതീർത്ഥം സ്നാനഫലം നൽകുന്നു എന്നത് അതാണ് പറയണത്. ദാനകർമ്മങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇതാണ് വൈശാഖം. എല്ലാം പറഞ്ഞില്ലേ, ജലം, കൊട, പാതകം, പിന്നെ പാവപ്പെട്ടവർക്ക് പുതപ്പ്, ഇതൊക്കെ കൊടുക്കും, ദാനം ചെയ്യും. വിശറി എല്ലാം കൊടുത്ത്, പിന്നെ അന്നദാനം, അത് വേണ്ടവർക്ക് അത്. എല്ലാ ദിവസവും ഓരോ ദിവസത്തിനും പുണ്യമുണ്ടെന്നാണ് പറയുന്നത്. വൈശാഖത്തിൽ ഓരോ ദിവസവും പുണ്യതാണ്. അപ്പം ഈ 30 ദിവസത്തിനും നല്ല പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു. വൈശാഖത്തിൻ്റെ എത്ര പറഞ്ഞാലും തീരാത്തത്ര മഹാത്മ്യം ഈ വൈശാഖത്തിന് ഉണ്ട്. അപ്പം നമ്മളത് വേണ്ട പോലെ മനസ്സിലാക്കി എല്ലാവരും അനുഷ്ഠിക്കുക. അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ പുരാണങ്ങൾ പാരായണം ചെയ്യുക അല്ലേ, ഭാഗവതം, നാരായണീയം, എന്നും വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ചെല്ലാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിനുള്ള ഫലം ഭഗവാൻ തന്നെ തരും. അത് വിഷ്ണു പ്രീതിക്കുള്ളതാണ് ഈ വൈശാഖ മാസം. ഏറ്റവും പറഞ്ഞില്ലേ മാധവ മാസം എന്ന്. അപ്പോൾ മാധവന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളത് വൈശാഖ മാസം. നമുക്കത് അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവരും. പിന്നെ ഈ വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട്, അത് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. അത് ഓരോ ദിവസവും ഈ 30 ദിവസവും ഓരോ ഇതുകളായിട്ട് അങ്ങനെ ചെല്ലുക. അങ്ങനെ പണ്ട് ചെയ്തിരുന്നു. അതിലത്തെ ഒരു വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ടിലത്തെ ആദ്യത്തെ അധ്യായം ഒന്ന് ചൊല്ലി നോക്കാം. ഇപ്പോൾ ഉള്ളവർക്ക് അതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. പണ്ടുള്ളവരാണെങ്കിൽ എന്നും ചൊല്ലിയിരുന്നു. ഇപ്പോൾ വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട് ആദ്യത്തെ അധ്യായം. ഹരിശ്രീ ഗണപതയേ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ.
ഇത്തരം തിരുനാമകീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണെ, ശുദ്ധമാനസേ ബാലേ, പുത്തൻ തേൻപഴം പഞ്ചസാരയുമിള നീരും ചിത്ത കൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെന്നും യത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടൊരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണം പുര ചെയ്തു. വാരണമുഖ ഉമാവല്ലഭാത്മജം വിഘ്നവാരണം ഭജിക്കുന്നേൻ മാനസ സദാകാലം. ഭാരതീ ദേവി ഗൗരിതാരിൽ മാനിനി ഗംഗാ സാരസ ഭവമുഖ സാരസ നിവാസിനി. വാരിജമുഖി മമ മാനസമായിടുന്ന വാരിജം തന്നിൽ തെളിഞ്ഞെപ്പോഴും വസിക്കേണം. സൽഗുണനിധികളാം മൽഗുരുഭൂതരുടെ തൃക്കഴൽ അനാരതം ഭക്തിയാ ഞാൻ ഭജിക്കുന്നേൻ. ദേവഗീതനയനും മാമുനി കദംബവും ദേവവൃന്ദവും മഹാദേവനും വിരിഞ്ചനും സർവദേവതകളും സജ്ജനങ്ങളും എന്നെ സർവകാലവും അനുഗ്രഹിക്കാൻ വന്ദിക്കുന്നേൻ. സൂര്യാമാദി ഗുരുഭൂതനാമെൻ മാതുലൻ കാരുണ്യമോടും അനുഗ്രഹിപ്പാൻ വന്ദിക്കുന്നേൻ. ചൊൽക്കൊള്ളും ബാലിപ്രതിഷ്ഠേശ്വരാലയമേവും വിഖ്യാതൻ നാരായണനായ പണ്ഡിതശ്രേഷ്ഠൻ. മൽഗുരുവരൻ പരം ദേവപാദപോപമ ഉൾക്കുരുന്നിങ്കൾ വിലസിടുവാൻ വന്ദിക്കുന്നേൻ. പത്മാവല്ലഭനാദി പത്മസംഭവാനന പത്മത്തിലുളവായ വിപ്രന്മാരുടെ പദപത്മസഞ്ചയം മമ മാനസമായിടുന്ന പത്മത്തിൽ അനാരതം വസിപ്പാൻ വന്ദിക്കുന്നേൻ. വേദങ്ങൾ തന്നിൽ മറഞ്ഞിരിക്കും ആദിനാഥൻ വേദബ്രാഹ്മണരുടെ ഹൃദയെ വസിക്കുന്നു. വേദിയറിവരോർത്താൽ ഈശ്വര വിഗ്രഹന്മാർ ഭേദമുണ്ടെന്നു തോന്നും അജ്ഞാന ചിത്തന്മാർക്ക്. സ്നേഹവർത്തികളേറ്റമുണ്ടായാൽ അത്ര ശോഭ മോഹദീപങ്ങൾക്കു വർദ്ധിക്കും. അതുപോലെ തപസ്സു ചെയ്യുക മൂലം താപസരാകും ഇവർ. ശപിപ്പാനുണ്ട് ശക്തിവരവും കൊടുത്തിടും. അത്ര മാഹാത്മ്യമുള്ള മേദിനീ സുരവംശം നിത്യവും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നേൻ. അതിപാലകനുടെ വചനം കേട്ടാലുള്ളിൽ കൗതുകമുണ്ടായി വരും ജനകാദികൾക്കെല്ലാം. അതിമൂഢത തേടുവിൻ മൊഴി കേട്ടാലേവം മതിമാന്മാർക്കു കുതൂഹലമായി വരേണമേ. കർദമം തന്നിൽ കിടന്നിടുന്ന രത്നാദികൾ വിദ്രുതം ശുദ്ധീകരിച്ചെടുക്കും. അതുപോലെ വ്യാധിതനായുള്ളവൻ ഔഷധം സേവിക്കുമ്പോൾ സ്വാദുതൻ ചിന്ത്യമല്ല ചിന്തിതം രോഗഹരം എന്നതുപോലെ ഭക്തരിക്കഥ ചെവിക്കൊണ്ടു നന്നായിട്ട് അനുഗ്രഹം നൽകുവിൻ മടിയാതെ. കേട്ടുകൊള്ളുവീനെങ്കിൽ ശൗനകാദികൾ മുന്നം വാട്ടമെന്നിയെ സൂതൻ തന്നോട് ചോദ്യം ചെയ്യുവാൻ. ചൊല്ലു ചൊല്ലിനിയും നീ മാധവ മഹാത്മ്യങ്ങൾ അല്ലലെല്ലാമേ തീരും നിൻമൊഴി കേട്ടാലെടോ. ഇങ്ങനെ മഹാമുനിമാരുടെ വാക്യം കേട്ടു പൊങ്ങിന മോദം കൊണ്ടു പുഞ്ചിരി പൂണ്ടു മന്ദം വന്ദ്യനാം സൂതൻ നിജഗുരുവാം വ്യാസൻ തന്നെ വന്ദനം ചെയ്തു ഭക്തിയാ പറഞ്ഞു തുടങ്ങിനാൻ. നിങ്ങൾ എന്നോടു ചോദ്യം ചെയ്തതുപോലെ മുന്നം അംബരീഷനാം ധ്രുവൻ നാരദ മുനിയോടു ചോദിച്ച നേരം മുനി മന്ദഹാസവും ചെയ്തു. സാദരമരുൾ ചെയ്താൻ കേൾക്ക് നീ മഹീപതേ. കമലേക്ഷണൻ വിഷ്ണു ഭഗവാൻ നാരായണൻ കമലാദേവി തന്നോട് അരുളി ചെയ്തതെല്ലാം കമലോത്ഭവൻ പുനരെന്നോടും അരുൾ ചെയ്തു. വിമലമായ മാസമഹാത്മ്യം പുണ്യപ്രദം 12 മാസങ്ങളിൽ ഉത്തമം വൈശാഖമെന്നാദരവോടു ധരിച്ചിടു നീ മഹീപതേ. ഇത്തരമരുൾ ചെയ്ത നേരത്തു നൃപൻ ചൊന്നാൻ വിസ്തരിച്ചരുളി ചെയ്തിടേണം മഹാമുനെ. എന്തൊന്നു നല്ലദാനം എന്തതിൻ ഫലമെന്നും എന്തെല്ലാം കൊണ്ടു പൂജ വേണ്ടതെന്തെന്നതുമെല്ലാം സന്തോഷം പാരം നമുക്കെന്നു കേട്ടോരു മുനി ശാന്തനാം ധ്രുവൻ തന്നോടരുളി
ചെയ്തിടിനാൻ. കാർത്തിക വൈശാഖങ്ങളെന്നേഷ മുഖ്യം. കാർത്തിക മാഘങ്ങളിൽ വൈശാഖമേറ്റം മുഖ്യം. സർവജീവങ്ങൾക്കുടൻ മാതാവെന്നതുപോലെ സർവകാലവും ഇഷ്ടം നൽകും വൈശാഖവ്രതം. മാനസവചന കർമ്മങ്ങൾക്കു സദാകാലം മാനുഷശ്രേഷ്ഠ ധരിച്ചിടുക വിശേഷിച്ചും. സർവവിദ്യകളിലും ശ്രേഷ്ഠമായതു വേദം. സർവമന്ത്രങ്ങളിലും പ്രണവമതുപോലെ വൃക്ഷങ്ങളതിൽ ശ്രേഷ്ഠം കൽപ്പക വൃക്ഷം നൂനം. പക്ഷിജാതിയിൽ ശ്രേഷ്ഠം ഗരുഡനറികടോ. ധേനുവംശത്തിൽ കാമധേനുവിനേറ്റം മുഖ്യം. ഹനുമാനല്ലോ നൂനം തേജസാംവരനടോ. വർണ്ണത്തിൽ ദ്വിജൻ പ്രിയവസ്തുവിൽ പ്രാണൻ തന്നെ. നിർണയമായുധത്തിൽ ചക്രമോർക്കിടോ വീര. വൈഷ്ണവന്മാരിൽ ശംഭു വിഷ്ണുദേവന്മാർക്കെല്ലാം വാഹിനികളിൽ ഗംഗാലോഹജാതിയിൽ സ്വർണം. കൗസ്തുഭം രത്നങ്ങൾക്കു മുഖ്യമെന്നറിയുക നീ. സത്യമോർക്കടോ നാനാമാസി വൈശാഖം മുഖ്യം. മാനവസ്നാനത്തിനു തുല്യമായി മറ്റൊന്നില്ല. മാധവ പ്രീതിക്കെന്നു മാധവൻ അരുൾ ചെയ്തു. ഭക്തിയോടർക്കോദയെ തന്മാസി സ്നാനം ചെയ്താൽ ദുഷ്കൃതമശേഷവും നശിക്കും. അത്രയല്ല, വൈശാഖ സ്നാനം കണ്ടുകൊണ്ടാടും ജനങ്ങൾക്കും കേശവൻ പ്രസാദിച്ചു സൽഗതി കൊടുത്തിടും. തന്മാസി സ്നാനത്തിനായൊരുവൻ ഭക്തി കൈക്കൊണ്ട് ഉണ്മയിലൊരു പദം നടന്നാനെന്നാകിലോ. 10,000 അശ്വമേധം ചെയ്തതിൽ ഫലം അതിനുണ്ടെന്നു വിധിതാൻ അരുൾ ചെയ്തിടിനാൻ. അതാണ് 10,000 അശ്വമേധം ചെയ്ത ഫലമാണെന്ന് വൈശാഖ സ്നാനത്തിന്. തൽക്കാലേ ബ്രഹ്മാണ്ഡ അന്തർഗത തീർത്ഥങ്ങളുടെ ചൊൽക്കൊള്ളും സാന്നിധ്യങ്ങളൊക്കെ വിശേഷിച്ചു കുംഭകൂപാദികളിൽ ഒഴിഞ്ഞു. പ്രാതകാലെ സംഭവിച്ചിടുമതു കാരണം ഏറ്റം ഫലം. സർവതീർത്ഥവും സർവദേവതാമാരും മോദാൽ ഉർവശീ ബഹിർജലേ വസിക്കും മേഷമാസേ. ഭാസ്കരോദയം മുതൽ 6 നാഴിക നേരം നിൽക്കുമത്തീർത്ഥങ്ങളും ദേവതമാരും പിന്നെ. ഭാസ്കരോദയം മുതൽ 6 നാഴിക നേരം നിൽക്കുമാ തീർത്ഥങ്ങളും ദേവതമാരും പിന്നെ. സ്നാനം ചെയ്യാതെയുള്ള ജനത്തെ ശപിച്ചുടൻ യാനം ചെയ്തവർ പിന്നെ സ്വസ്ഥാനേ വസിച്ചിടും. കാസാര നദീതടാകാദികൾ തോറും ചെന്നു വാസം ചെയ്യണം നിങ്ങൾ മാധവ പ്രാഹ്നകാലേ. സർവതീർത്ഥങ്ങളോടും ഇത്തമാജ്ഞയെ ചെയ്തു സർവലോകൈകനാഥൻ ഭക്തവത്സലൻ മുന്നം. സ്കാന്ദമാം പുരാണത്തിൽ പ്രഥമാധ്യായം ചൊന്നേൻ. മന്നവ ശ്രേഷ്ഠ കേട്ടുകൊണ്ടാലും ഇനിയും നീ. ഇതി വൈശാഖമാഹാത്മ്യേ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ഇതിപ്പോൾ 1ാമത്തെ അധ്യായമായിട്ടുള്ളൂ. ഇത് മുഴുവൻ വായിക്കുകയാണെങ്കിൽ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ വൈശാഖത്തിൽ നമുക്ക് ഭഗവാനെ വിഷ്ണുവിനെ ഭജിച്ചു തന്നെ അങ്ങനെ ദിവസവും പ്രാതസ്നാനം ചെയ്ത് ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലി ജപം ഹോമം മഹാലക്ഷ്മിയെ പ്രത്യേകം പൂജിക്കണമെന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി ഭഗവാന്റെ മാർഗത്തിൽ വസിക്കുന്ന ലക്ഷ്മിയല്ലേ. അപ്പം ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും ഭജിച്ച് ആ പുരാണങ്ങളൊക്കെ വായിച്ച് നാമം ജപിച്ച് വ്രതങ്ങളൊക്കെ എല്ലാം അനുഷ്ഠിച്ച് അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും വൈശാഖ പുണ്യം നേർന്നുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ.